ലിസബത്ത് വെല്ലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് 3 തരത്തിലുള്ള കൊഴുക്കട്ടകളാണ്. അത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ കൊഴുക്കട്ടകൾ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് റാഗിപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 350 ഗ്രാം ശർക്കരയും. 3 കപ്പ് പൊടിക്ക് ശരിക്കും ഇത്രയും തേങ്ങയും ശർക്കരയും ആവശ്യമില്ല. ഞാൻ കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കാം. ഉരുക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വീണ്ടും നമ്മളിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റുക. നല്ലതുപോലെ ഇത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഏലക്ക, 1-1.5 ടീസ്പൂണോളം ചേർക്കാം. കാരണം ഈ തേങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് വരണം ഏലക്കയുടെ. പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചുക്കുപൊടിയും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആദ്യം ഗോതമ്പ് പൊടി കൊണ്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം വേണം. 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ അതിൽ ചെറുതായിട്ടൊരു ഉപ്പ് കൂട്ടണം. അതിനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. 3/4 കപ്പിലൊട്ടും കൂടാൻ പാടില്ല. വെള്ളം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒരു പൊടിക്ക് കുറയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിം എന്തായാലും വേണം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഡ്രൈ ആക്കണ്ട. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം, മൂടി വയ്ക്കാം. കൈവച്ച് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ ഇതെടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് കുഴയ്ക്കണം. പൊടിക്ക് ഓയിൽ നമ്മുടെ കയ്യിലൊന്ന് തൂക്കുകയും വേണം. എന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ പകുതി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും നമ്മുടെ അടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ കൈ ഈ ഓയിലൊന്ന് മുക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇനി വെള്ളമൊന്നും ഒട്ട് ഇതിൽ ചേർക്കണ്ട. നമ്മൾ നന്നായിട്ട് കൈവച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നോളും. ഇപ്പം മാവ് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് പരത്തി ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒരു വിരൽ കൊണ്ടാട്ടോ ഇതിങ്ങനെ ഹോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം എണ്ണയിലൊന്ന് മുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഹോൾസ് ഉണ്ടാക്കാം. അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് നല്ലതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഉരുട്ടണം. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രാക്ക് പോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ കുറച്ച് വെള്ളം അങ്ങ് തേച്ച് അതൊന്ന് ശരിയാക്കണം കേട്ടോ. ഒട്ടും ക്രാക്കൊന്നും പാടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ബോൾ ഇരിക്കണം. നമ്മുടെ വിരലിൽ കുറച്ച് ഓയിൽ തേക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതിങ്ങനെ ആ ഹോൾസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്കിങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്കിതുപോലെ ഫില്ല് ചെയ്യാം. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് സ്റ്റീം വന്നു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ആ പാത്രത്തിലേക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാവുള്ളൂ. കൊഴുക്കട്ട വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 20-15 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് വേവിക്കണം. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ നമ്മൾ ആ അപ്പച്ചമ്പിൻ്റെ ആ തട്ടിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. പിന്നെ ഈ ഗോതമ്പ് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്ക് ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ പോയി തൊടുകയൊന്നും ചെയ്യരുത്. തൊട്ടാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കും. കാരണം അത്ര സോഫ്റ്റായിരിക്കും. അപ്പം നല്ലതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഗോതമ്പ് കൊഴുക്കട്ട എടുക്കാവുള്ളൂ. ഇപ്പോൾ കൊഴുക്കട്ട വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ വെന്തോന്നൊന്ന് നോക്കാം. അപ്പം
കോഴിക്കട്ട വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് നല്ലതുപോലെ ആറിക്കഴിയുമ്പോൾ വേണം നമ്മളിത് എടുക്കാൻ. എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കരുത്. നോക്കണം അടിയിലും എല്ലാം പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പതുക്കെ നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഒന്നും പൊട്ടിയിട്ടില്ല, നല്ല സോഫ്റ്റാണ് താനും. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റാഗി കൊഴുക്കട്ടയാണ്. 250 ml കപ്പിന് 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം വേണം. ഈ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഉപ്പ് കൂടാനായിട്ട് കുറച്ച് ഉപ്പും, പിന്നെ റാഗിപ്പൊടിക്ക് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം വേണമെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ കോഴിക്കോട്ടുകളിലെല്ലാം പറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും, പിന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുന്ന അളവെല്ലാം കറക്റ്റായിരിക്കണം. ഈ രീതിയിൽ നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കുമ്പം നല്ല സോഫ്റ്റായിരിക്കും. അല്ലാതെ നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ചാലും ഇത്രയും സോഫ്റ്റ് ആവില്ല. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒരുവിധം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഒരു പകുതി ചൂടാറി കഴിയുമ്പം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് കൈ തൂത്തിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഈ റാഗി പൗഡർ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ നോക്കണം. ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് തേച്ചൊന്ന് കുറച്ചൊന്ന് വെറ്റാക്കണം. കാരണം ഒത്തിരി ഡ്രൈ ആയിട്ടിരുന്നാൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ പുറം എപ്പോഴും നല്ല സ്മൂത്താക്കി വെക്കണം. ഓയിലായിട്ടോ അല്ലെങ്കിൽ വെള്ളമായിട്ടോ അത് തേച്ചൊന്ന് പുറമൊന്ന് നല്ല സോഫ്റ്റാക്കി തന്നെ വെക്കണം. ഇപ്പം മാവ് നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് ബോൾസാക്കാം. എല്ലാം ആദ്യം ബോൾസാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ ഫില്ല് ചെയ്യാം. ഇതും ഗോതമ്പ് കോഴിക്കോട്ട ചെയ്ത പോലെ തന്നെ നമുക്ക് ആ വിരലൊന്ന് ഓയിലിൽ മുക്കിയിട്ട് വേണം ഇതിൻ്റെ ഹോൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല എളുപ്പമാണ്. ഇങ്ങനെ കൈവച്ചിട്ട് ഒത്തിരി പരത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശരിക്കും ഒരു ഹോളങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ല എളുപ്പമാണ്. ഇച്ചിരി ഓയിലിടുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ശരിയാക്കാൻ പറ്റും. ഫില്ലിങ് വെച്ചതിന് ശേഷം അത് നല്ല ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. പുറം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുക. ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്മൂത്തായിട്ട് തന്നെ വയ്ക്കുക. പിന്നെ നമ്മളിവിടെ കോഴിക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചമ്പിൽ നമ്മൾ വെള്ളം വയ്ക്കണം, അത് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ വേണം നമ്മൾ കോഴിക്കട്ട അതിലേക്ക് വെക്കേണ്ടത്. പിന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. അങ്ങനെ കോഴിക്കട്ടയിലെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റീം ചെയ്തെടുക്കാം. അത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഓരോ പ്രാവശ്യവും. ഇനി ഇതിലേക്ക് കോഴിക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കൂടുതൽ ഇത് വേവിക്കണം. ഇപ്പോൾ കോഴിക്കട്ട എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കോഴിക്കട്ട വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കോഴിക്കട്ട എല്ലാം നന്നായിട്ട് വെന്തു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നേരം ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ടോ നോക്കണം. പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഗോതമ്പ് കോഴിക്കട്ട പോലെ അത്രയും ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് ചെറിയ ചൂടിന് നമുക്കിങ്ങ് എടുക്കാം. ഗോതമ്പിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഇതും നല്ല സോഫ്റ്റാണ്, ഒട്ടും പൊട്ടിയിട്ടില്ല. അടുത്തായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ടയാണ്. ഇതിനായിട്ട് എടുക്കേണ്ട പൊടി ഇടിയപ്പം, അപ്പം, പത്തിരി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പൊടികളുണ്ട്. ആ പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക്
1 കപ്പ് വെള്ളം വേണം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കണം. ഒരു പകുതി ചൂടാറിയതിന് ശേഷം എടുത്തു വെച്ച് വീണ്ടും കൈവച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി കുഴയ്ക്കണ സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തൊന്ന് കുഴയ്ക്കുക. ഇനി ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കുറച്ചൊന്ന് തളിച്ചു കൊടുക്കുക. അത് അങ്ങനെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. എന്നാണേലും ഒത്തിരി ലൂസും ആയി പോകരുത്, വല്ലാണ്ട് ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ലൂസായി പോയാലും കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ കറക്റ്റ് അളവാട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പം പല അരിപ്പൊടികളും പല തരത്തിലായിരിക്കും. ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടതുണ്ട്, ചിലത് ഒട്ടുന്ന ടൈപ്പ്, അങ്ങനെ പലതരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക, വെള്ളം കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ചേർക്കുക എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ വാങ്ങുന്ന ചില ഇടിയപ്പ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് പച്ചവെള്ളത്തിൽ കുഴക്കേണ്ടത് ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. പച്ചവെള്ളത്തിൽ കുഴക്കേണ്ട പൊടിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്ടമുള്ള വലിപ്പത്തിന് അത് ബോൾസാക്കിയിട്ട് നമുക്കതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ കൊഴുക്കട്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യം ബ്രഷ് ചെയ്യാം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിരിക്കണം. അതിലേക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇറക്കി വയ്ക്കാം. ഒരു 15 മിനിറ്റെങ്കിലും വേവിക്കണം. ഇപ്പോൾ കൊഴുക്കട്ട വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ കൊഴുക്കട്ട എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 2-3 മിനിറ്റും കൂടി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോഴേ പറഞ്ഞോണം അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ടോ നോക്കണം. അത് പതുക്കെ ഒന്ന് വിടിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അങ്ങനെ 3 തരം കോഴിക്കോട്ടുകളും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഓരോന്നിന് പറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവും ആ വെള്ളത്തിൻ്റെ ചൂടിൻ്റെ ഇതുമൊക്കെ പറഞ്ഞത് കറക്റ്റിന് തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതെല്ലാം നല്ലതുപോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ ഗോതമ്പ് കോഴിക്കോട്ടയും റാഗി കോഴിക്കോട്ടയും കഴിച്ചിട്ടുണ്ട്. കല്ല് പോലെയായിരുന്നു ഞാൻ പലയിടത്തുനിന്നും കഴിച്ചേക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.